മണ്ഡലങ്ങളിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ കൂടി ഒന്ന് പെട്ടെന്ന് പരിശോധിക്കാം. ആദ്യം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കണക്കുകൾ നോക്കിയാൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും, ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച കണക്കാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. വി കെ പ്രശാന്തിന്, LDF സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന് അന്ന് കിട്ടിയത് 61,111 വോട്ടുകളാണെന്ന് കാണാൻ സാധിക്കും. അവിടെ PV രാജേഷ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത്. അതായത് NDAക്ക് രണ്ടാം സ്ഥാനം കിട്ടുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് ഓർക്കണം. അവിടെ 39,596 വോട്ടുകളാണ് VV രാജേഷിന് കിട്ടിയത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന വീണ S നായർ എന്ന മൂന്നാമതായിരുന്നു. 35,455 വോട്ടാണ് അന്ന് വീണ S നായർക്ക് കിട്ടിയത്. നോക്കൂ, അവിടെ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ്, വലിയ ഭൂരിപക്ഷം എന്ന് പറയാവുന്ന ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിക്കുന്നത്. 21,515 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് ജയിച്ചു കയറുന്നത്. അതായത് ക്ലിയർ ഭൂരിപക്ഷം അവിടെ വി കെ പ്രശാന്തിന് LDFന് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വന്നാൽ, അവിടെ ആന്റണി രാജു ആണ് ജയിച്ചു കയറുന്നത്. LDF സ്ഥാനാർത്ഥിയായത് ആന്റണി രാജു. അവിടെ ആന്റണി രാജുവിന് 48,748 വോട്ട് കിട്ടുന്നു. രണ്ടാം സ്ഥാനത്തെത്തിയ VS ശിവകുമാറിന് 41,659 വോട്ടുകളാണ് കിട്ടുന്നത്. G കൃഷ്ണകുമാറിന് മൂന്നാം സ്ഥാനത്ത് പോയ NDAക്ക് 34,996 വോട്ടുകളാണ് കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ LDFന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 7,089 വോട്ടുകൾ മാത്രമാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആന്റണി രാജു, അദ്ദേഹം ഇത്തവണ മത്സരരംഗത്തില്ല. നമുക്കറിയാവുന്നതുപോലെ സുധീർ കരമനയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ 48,748 വോട്ട് എന്ന ആന്റണി രാജുവിന്റെ വോട്ടുകൾ സുധീർ കരമനയ്ക്ക് കിട്ടുമോ എന്നതാണ് നമുക്ക് കാണേണ്ടത്. VS ശിവകുമാറിന് 41,659 വോട്ടുണ്ട്. G കൃഷ്ണകുമാറിനാവട്ടെ 34,996 വോട്ടുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇത്തരത്തിലൊരു ഡീൽ എന്ന് പറയുമ്പോൾ, കെ മുരളീധരന്റെ ആരോപണം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിന് NDAയുടെ വോട്ടുകൾ കിട്ടും, മറുഭാഗത്ത് തിരുവനന്തപുരത്ത് സുധീർ കരമന എന്ന സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആ വോട്ടുകൾ NDAക്ക് കിട്ടും, കരമന ജയന് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുള്ളതായി അല്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിടാനൊന്നും തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് BJP കൗൺസിലർമാർ വി കെ പ്രശാന്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. ഏതായാലും LDFും NDAയും ഈ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുന്നു. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചയാളാണ് വി കെ പ്രശാന്ത്.